സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഒല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി കെ രാജൻ. ഭരണവിരുദ്ധ വികാരത്തിന്റെ ലാഞ്ചന പോലും സംസ്ഥാനത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ വികസനക്ഷേമ രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ കെ രാജൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഇപ്പോൾ മരോട്ടിച്ചാല മേഖലയിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലൂടെയാണ് സഞ്ചാരം. എന്താണ് ജനങ്ങളുടെ ഒരു പൾസ്? വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ കാര്യം അവരെല്ലാം പട്ടയം കയ്യിൽ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പട്ടയ വിതരണം പൂർത്തിയായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ്റുള്ള കാലത്ത് 2011-നും 2016-നും ഇടയിൽ 18 പട്ടയങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിലാകെ വിതരണം ചെയ്തത്. അതും ഞങ്ങൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഈ വില്ലേജിൽ ഒരേ ഒരാൾക്കേ പട്ടയം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം മലയോര മേഖലയിൽ മാത്രം 3000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളിൽ അതും വാർഡുകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും തൃശ്ശൂർ ജില്ല വലിയ മുന്നേറ്റം LDF തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ്. എന്തായാലും കടുത്ത ചൂടാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ഒരു ഇച്ഛാശക്തിയാണ്. ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉള്ളിൽ ഉയർന്നു വരികയാണ്. ജനങ്ങളെ കാണുക, തുടർച്ചയായിട്ട് രംഗപ്രവേശം ഇങ്ങനെ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഫീൽഡിൽ നിന്ന് സമരം ചെയ്തവരാണ്. അടച്ചിട്ട മുറികൾക്കകത്തല്ല, നല്ല ഫീൽഡിൽ നല്ല ചുട്ടുപൊള്ളുന്ന ടാറിങ്ങനെ ഉരുകി ചന്തി പിടിക്കുന്ന നല്ല സ്ഥലത്ത് സമരം ചെയ്തും അടികൊണ്ടും ജയിലിൽ പോയും ഈ വെയിലൊക്കെ ഒരു പൂനിലാവായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് സമരനായകന്മാർ പൊതു സമൂഹത്തിൻ്റെ തിളച്ചു പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലാണ് ഉണ്ടാവുക. അവർക്ക് വിശ്രമത്തിൻ്റെ പ്രശ്നമില്ല. അങ്ങനെ അങ്ങ് പോയിക്കോളൂ. എല്ലാവിധ ആശംസകളും.